അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ സൃഷ്ടിച്ചു. അൽഹംദുലില്ലാഹ്. മാത്രമല്ല കാമിലീങ്ങളായ ഔലിയാക്കളുടെ ബന്ധം തന്ന് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചു. ശൈഖുനാ ഔസുൽ ആലം സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ശൈഖുനാ സുൽത്താൻ ഹിന്ദ് സയ്യിദ് ഖാജ മുഈനുദ്ദീൻ ഹസൻ സങ്കർ ചിശ്തി അജ്മീരി, അവരുടെ വഴിയിൽ ശൈഖുനാ നൂറുൽ മശായിഖ് സയ്യിദ് അഹ്മദ് മുഹയ്യിദ്ദീൻ നൂരി ഷാ ജീലാനി പോലെയുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ ഖുതുബീങ്ങളുടെ ബന്ധം നൽകി നമ്മെ അനുഗ്രഹിച്ചു. അവരുടെ പ്രധാനപ്പെട്ട ഖുലഫാക്കളുടെ ബന്ധം നൽകി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുകയും അവരെ സംബന്ധിച്ചും അവരുടെ റസൂലിനെ സംബന്ധിച്ചും മനസ്സിലാക്കുവാനുള്ള ഒരു തൗഫീഖ് നമുക്ക് നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിന്ന് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് റജബ് മാസമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ്, ശഅബാൻ മാസം എൻ്റെ മാസമാണ്, റമളാൻ മാസം എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ്. ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് അള്ളാഹുവിന്റെ മാസമാണ്, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാസം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവാനുള്ള മാസമാണ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്ന നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഖാദിരി ചിശ്തി അക്ബരി ത്വരീഖത്തുകളിൽ ഉള്ള നമ്മുടെ മശായിഖന്മാരിൽ കൂടി എനിക്ക് കിട്ടിയ, എനിക്ക് ലഭിച്ച ചില വസ്തുതകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇതെനിക്ക് പറയുവാനുള്ളത്, ഈ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ അടിമക്ക് വിഘ്നമായി വരുന്ന, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്നതിന് തടസ്സമായി വരുന്ന, ഈമാനിന് തടസ്സമായി വരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഈ ഫഖീർ ശൈഖുമാരുടെ സദഖയിലായി നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നത്. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കുകയും ഇത് തികച്ചും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഇന്ന് ബിദ്അഈ പ്രസ്ഥാനക്കാർ, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള, മുജാഹിദ് പോലെയുള്ള ബിദ്അഈ പ്രസ്ഥാനക്കാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളെ മോശമാക്കിക്കൊണ്ടും അതിനെ നിറം മങ്ങിച്ചുകൊണ്ടും അതിനെ മറ്റൊരു തലത്തിൽ, ഒരു പിഴച്ചതായ തലത്തിൽ, അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് കാണിച്ചു തരാത്ത തരത്തിൽ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അവരിലേക്ക് എത്തിക്കൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടാൻ കാരണമാണ്. ഈ ഫഖീർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖിദ്മത്തിൽ ഈ ഇൽമുകൾ, ദീനിൻ്റെ ഇൽമുകൾ, സേവനം, ദീനിൻ്റെ ഇൽമുകൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്കും ഒരു പങ്ക് ലഭിക്കണമെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് എൻ്റെ ശൈഖുമാരിൽ നിന്ന് കിട്ടിയ ചില ഹിൻസുകളാണ്, പോയിന്റ്സുകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഈ വിഷയങ്ങളുടെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ, അതിൻ്റെ യഥാർത്ഥമായ ഫഹ്മ് ലഭിക്കണമെങ്കിൽ, അതിൻ്റെ യഥാർത്ഥമായ മിസ്താഖ് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ആരിഫീങ്ങളായ മഹാന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു യുഗപുരുഷന്റെ സഹവാസത്തിൽ നിന്നുകൊണ്ട്, മുഖതാവിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങൾ കരസ്ഥമാക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ആ വിഷയത്തിൽ എൻ്റെ അനുഭവം ഏറ്റവും കൂടുതൽ നല്ലത് സിൽസില നൂരിയയിലുള്ള ഏതെങ്കിലും ഒരു ഖലീഫയെ സമീപിച്ചുകൊണ്ട് അവരുടെ സഹവാസത്തിൽ നിന്ന് ഇത് പഠിക്കലാണ്. ഇതിന് ഞാൻ പറയുന്ന വിഷയങ്ങൾ ഈമാനിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, അതിന് മവാനിയാത്ത ഈമാൻ, ഈമാനിന് തടസ്സമാകുന്ന കാര്യങ്ങൾ, മവാനിയാത്ത ഈമാൻ എന്നാണ് ആരിഫീങ്ങൾ സാധാരണ കിതാബുകളിലൊക്കെ ചർച്ച ചെയ്ത് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ശൈഖുമാർ ചർച്ച ചെയ്തു. ഇത് ശരിക്കും ഉൾക്കൊള്ളുക, പഠിക്കുക. ഒന്ന് മവാനിയാത്ത ഈമാൻ, ഒന്ന് ഷിർക്ക്, രണ്ട് കുഫ്ർ, മൂന്ന് ബിദ്അത്ത്, നാല് നിഫാഖ്, അഞ്ച് ഇർത്തിദാദ്. ഈ അഞ്ച് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കും. ഷിർക്ക്, കുഫ്ർ, ബിദ്അത്ത്, നിഫാഖ്, ഇർത്തിദാദ്. ഓരോന്ന് ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു പോവാം.
ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നിലയ്ക്ക് നമ്മൾ പറയും പങ്കു ചേർക്കുക. എന്തിൽ പങ്കു ചേർക്കുക? അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക. വിശ്വാസപരമായ കാര്യങ്ങളിലാണ് പലപ്പോഴും ബിദ്അത്ത് പ്രസ്ഥാനക്കാരും സുന്നികളും തമ്മിൽ വ്യത്യാസപ്പെട്ടു. എന്തിലാണ് പങ്കു ചേർക്കേണ്ടത്? എല്ലാവരും പറയും, സാധാരണ നിലയ്ക്ക് ബിദ്അത്ത് പ്രസ്ഥാനക്കാർ പറയാറുള്ളത്, ആരോടെങ്കിലും ചോദിച്ചാൽ, ആരോടെങ്കിലും പോയിട്ട് പ്രാർത്ഥിച്ചാൽ, ആരെങ്കിലും വിളിച്ചാൽ, പ്രാർത്ഥിക്കലൊന്നുമില്ല, വിളിക്കൽ, ആരെങ്കിലും വിളിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ആ പറയുന്നത് ശരിയാണോ? യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദ്യകാല പൂർവ്വസൂരികളായ മഹാന്മാർ കിതാബുകളിൽ ഈ ശിർക്കിനെ രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് എങ്ങനെയാണ് ഈ ശിർക്കിനെ മനസ്സിലാക്കി തന്നത്? ഇത് നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശൈഖുമാരുടെ ഭാഷയിൽ, ശൈഖുന നൂറുൽ മശായിഖ് സയ്യിദ് അഹ്മദ് മുഹീദ്ദീൻ നൂരി ജീലാനി തങ്ങളുടെ ഭാഷയിൽ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് കുഫ്ർ. കുഫ്ർ എന്ന് പറഞ്ഞാൽ അതിന് നേരെ അർത്ഥം നിഷേധിക്കുക, ഇൻകാർ കർണ, അല്ലെങ്കിൽ ചുപ്പാന. മശായിഖുമാരുടെ ഭാഷ ഇൻകാർ കർണ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, ചുപ്പാന എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. കുഫ്ർ കുഫ്ർ രണ്ട് വിധമുണ്ട്. ഒന്ന് കുഫ്ര ഹക്ക്, രണ്ട് കുഫ്ര ബാത്തുൽ. ഹക്കായ കുഫ്റുമുണ്ട്, ബാത്തിലായ കുഫ്റും. ഇൻഷാ അല്ലാഹ് അത് സംസാരിക്കാം. പിന്നെ ഉള്ളത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാ പറയാ? ദീനിൽ പുതുതായി ഉണ്ടാക്കുക. ശരിക്കും മനസ്സിലാക്കണം, എന്തിലുണ്ടാക്കണം? ദീനിൽ, മതത്തിൽ പുതുതായി എന്തെങ്കിലും അള്ളാഹും അവന്റെ റസൂലും കൊണ്ടുവരാത്ത പുതുതായി വല്ലതും ഉണ്ടാക്കുക. അതും രണ്ട് വിധമുണ്ട്, ശരിക്കും മനസ്സിലാക്കണം. ഒന്ന് ബിദ്അത്തുൻ ഹസന, രണ്ട് ബിദ്അത്തുൻ സയ്യിഅ. നല്ല ബിദ്അത്തും ഉണ്ട്, ചീത്ത ബിദ്അത്തും. ഇൻഷാ അല്ലാഹ് സംസാരിക്കും. പിന്നെ ഉള്ളത് എന്താണ്? ഈമാനിനെ വിലങ്ങ് തടിയാകുന്ന, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വിലങ്ങ് തടിയാകുന്ന ഒന്ന് വേറെന്താ? നിഫാഖ്. നിഫാഖ് എന്ന് പറഞ്ഞ കാബഡി. അഞ്ചാമത്തെ കാര്യം ഇർത്തിദാദ്. ഇർത്തിദാദ് എന്ന് പറഞ്ഞാൽ എന്താ? മാൻകർ പലറ്റ്. അംഗീകരിച്ചതിന് ശേഷം മടങ്ങി പോവുക. പലറ്റിനാന്ന് മടങ്ങുക. ഒരു കാര്യം അംഗീകരിക്കുക, പിന്നെ വീണ്ടും മടങ്ങി പോവുക. അംഗീകരിച്ചതിന് ശേഷം മടങ്ങി പോകുക, വിശ്വസിച്ചതിന് ശേഷം മടങ്ങി പോകുക. ഇതാണ് ഇർത്തിദാദ്. നമ്മൾ ആദ്യം പറഞ്ഞത് ശിർക്കാണ്, പങ്കു ചേർക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അനുസരിച്ചും ഏത് സംഘടനക്കാരെടുത്ത് വന്നാലും ശരി, ശിർക്കിന്റെ ഡെഫിനിഷൻ അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അസ്മായിലോ സൃഷ്ടികളെ പങ്കു ചേർക്കുക. അള്ളാഹു അല്ലാത്ത മറ്റു വല്ല വസ്തുക്കളെയോ മറ്റു വല്ലവരെയോ പങ്കു ചേർക്കുക. ഏതിൽ പങ്കു ചേർക്കണം? അള്ളാഹുവിന്റെ ദാത്തിലോ അവന്റെ സിഫാത്തിലോ അവന്റെ അഫ്ആലിലോ അവന്റെ അസ്മായിലോ. അള്ളാഹുവിന്റെ ദാത്ത്, അതായത് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഈ എങ്ങോട്ടാണ് മടങ്ങുന്നത്? അതാണ് അള്ളാഹുവിന്റെ ദാത്ത്. ഉദാഹരണമായി ഷറഫുദ്ദീൻ, ഇത് എൻ്റെ ഒരു പേരാണ്. ആ ഷറഫുദ്ദീൻ എന്ന നാമം എന്നിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ ഇത് എൻ്റെ ദാത്ത അല്ലേ? നിങ്ങളുടെ ഭാഷയിൽ ഉസ്താദ്, ആ വിശേഷണം എന്നിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ ഇത് എൻ്റെ ദാത്ത. എൻ്റെ ഷെയ്ഖിനെ സംബന്ധിച്ചോളം ഷെയ്ഖിന്റെ വീക്ഷണത്തിൽ ഞാൻ അവിടുത്തെ ഗുലാമും അവിടുത്തെ വടുകൻ. അപ്പൊ ആ വടുകൻ എന്നുള്ള വിശേഷണം, അവിടുത്തെ ശിഷ്യൻ എന്നുള്ള വിശേഷണം എന്നിലേക്ക് മടങ്ങും. അപ്പൊ ഇത് എൻ്റെ ദാത്ത. അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് മടങ്ങും. അത് ആ മടങ്ങുന്നത് അള്ളാഹുവിൻ്റെ ദാത്ത്, പരിശുദ്ധമായ ദാത്ത്. ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ശൈഖുമാരിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ ദാത്തിൽ പങ്കു ചേർക്കുക, അതുപോലെ മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് പറയാം. സിഫാത്ത് എന്ന് എന്തിനാ പറയാ? വിശേഷണങ്ങൾ അല്ലെ? വിശേഷണങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടംപോലെ വിശേഷണങ്ങളുണ്ട്. ദാത്ത് ഒന്നേ ഉണ്ടാവും, വിശേഷണങ്ങൾ കുറെ ഉണ്ടാവും. വിശേഷണങ്ങൾക്ക് സിഫാത്ത്. അപ്പൊ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കുക. അഫ്ആൽ എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിൻ മറ്റുള്ള സൃഷ്ടികളെ സഹായിക്കൽ, അള്ളാഹുവിന്റെ സഹായം.
അള്ളാഹുവിന്റെ മറ്റു പ്രവർത്തനം, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, ഏത് പ്രവർത്തനമായാലും അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനമായാലും ആ പ്രവർത്തനത്തിൽ സൃഷ്ടികളെ പങ്കുചേർക്കുക. അതുപോലെ അള്ളാഹുവിനെ പോലെ സൃഷ്ടികളെ മനസ്സിലാക്കുക. പിന്നെ അസ്മാകൾ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹുവിനെ പോലെയുള്ള നാമം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക, അതുപോലെ വകവെച്ചു കൊടുക്കുക അല്ലെ. ആദ്യം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ ദാത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക. അള്ളാഹുവിന്റെ ദാത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനത്തെ ദാത്താണ് അള്ളാഹുവിന്റെ ദാത്ത്? സ്വയം നിലനിൽക്കുന്ന ദാത്താണ് അല്ലെ. എല്ലാവർക്കും അറിയാം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഞാൻ പറയുന്നത്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ കിതാബുകളിലുള്ള അഖീദയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ രഹസ്യജ്ഞാനങ്ങളോ അസ്റാറുകളോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളോ അല്ല. അള്ളാഹുവിന്റെ ദാത്ത് എങ്ങനെയായിരിക്കണം? സ്വയം നിലനിൽക്കുന്ന ദാത്തായിരിക്കണം. അതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ലാ ഹദ്ദ വലാ നിദ്ദ വലാ ളിദ്ദ വലാ മിസ്ല എന്നൊക്കെ പറയാറുണ്ട് കിതാബിൽ. ലാ ഹദ്ദ, അള്ളാഹുവിന്റെ ദാത്തിന് ഹദ്ദില്ല, പരിധിയില്ല. പരിധിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ദാത്തിന് പരിധി, സൃഷ്ടിയുടെ ദാത്തിന് പരിധി ഉണ്ട്. ഒന്ന് എന്റെ ദാത്ത് ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ, മറ്റു ഭാഗത്ത് ഞാനില്ല. ഉദാഹരണമായിട്ട് അള്ളാഹു ഇവിടെ ഇല്ല എന്ന് പറയാം. അള്ളാഹിന്റെ ദാത്ത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ എവിടെയാണോ അവിടെ വെച്ച് പരിധി വന്നു, അത് കുഫ്റാണ്, മുഅ്തസിലയുടെ വിശ്വാസത്തിലേക്ക് പോകും. അള്ളാഹു എവിടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഇല്ലായ്മ അള്ളാഹുവിലേക്ക് ചേർക്കലായി, ഒരു ന്യൂനത അള്ളാഹുവിലേക്ക് ചേർക്കലായി, അത് കുഫ്റാണ്. പിന്നെ ഖുർആൻ പരിചയപ്പെടുത്തി തന്ന അല്ലാഹു മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്, ഖുർആൻ പരിചയപ്പെടുത്തി തന്നതാണ്. ഖുർആൻ പറഞ്ഞ അത് അങ്ങനെ വിശ്വസിക്കുക. എങ്ങനെ? അതൊന്നും നമ്മൾ നോക്കണം. അള്ളാഹുവിന്റെ ദാത്ത് അത് അതിലേക്കൊന്നും നമ്മൾ നോക്കേണ്ട കാര്യം. അള്ളാഹുവിന്റെ ദാത്തിലേക്ക് ലാ തഫക്കറു ഫീ ദാത്തില്ല, ലാ തതഫക്കറു ഫീ ദാത്തില്ല വതഫക്കറു ഫീ സിഫാത്തില്ല കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹുവിന്റെ ദാത്തിലേക്ക് ചിന്തിക്കരുത്, അതിന്റെ സിഫാത്തിലേക്ക് ചിന്തിച്ചു. പറഞ്ഞു വരുന്ന അള്ളാഹുവിന്റെ ദാത്തിന് പരിധിയില്ല, ലാ ഹദ്ദ, പരിധിയില്ല. ഒരു സ്ഥലത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങ് പരിധി വന്നു. അള്ളാഹു എല്ലായിടത്തും. എങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ പറഞ്ഞത്, അള്ളാഹു എങ്ങനെയാണോ അങ്ങനെയുണ്ട്, അങ്ങനെ വിശ്വസിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നഫ്സോട് ചോദിച്ചെന്ന് പറയണം, അള്ളാഹു എങ്ങനെയാണോ അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു അവന്റെ ദാത്തിനോട് ബന്ധപ്പെട്ട അനുയോജ്യമായ രീതിയിൽ എന്നോട് കൂടെയുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അള്ളാഹുവിന്റെ ദാത്തിന് അനുയോജ്യമായ രീതിയിൽ സുബ്ഹാനല്ലാഹ്, അവരെത്ര പരിശുദ്ധ. ചുരുക്കം പറഞ്ഞാൽ അവന് ഹദ്ദില്ല, അവന് എതിരായ അവനെ പോലെ ഒരാളില്ല, മിസ്ലില്ല, ലിദ്ദില്ല. അവനെതിരായ അവനെ പോലെ ഒരാൾ, അവനെതിരായി നിൽക്കാൻ ഒരാളില്ല. വലാ മിസ്ല, അവനെ പോലെ ഒരാളില്ല. മനസ്സിലാവുണ്ടോ? ഈ വിധത്തിലാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കി. ഇതൊക്കെ നമുക്ക് അറിയാം, എന്നാലും ഒന്നുകൂടി വിശദീകരിക്കണം മാത്രം. മറതി വന്നു പോലും, അറിയാതെ നമ്മൾ വന്നു പോകും. ഇത് പറഞ്ഞു വരുന്നത് ശിർക്കിനെ പറയുന്നിടത്താണ് നമ്മൾ. അപ്പൊ അള്ളാഹിന്റെ ദാത്തിൽ മറ്റുള്ളവർ പങ്കു ചേർക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാവും? അപ്പോ ഇതേപോലെ ഹദ്ദില്ലാത്ത, നിദ്ദില്ലാത്ത, നിദ്ദില്ലാത്ത, മിസ്ലില്ലാത്ത ഒരു ദാത്ത് മറ്റു സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാർക്ക് മനസ്സിലാക്കിയാലും ശരി, മരിച്ചവർക്ക് മനസ്സിലാക്കിയാലും ശിർക്കാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കിയാലും ശിർക്കാണ്. അത് മനസ്സിലാക്കാൻ പാടില്ല. ഇതുപോലെ ഒരു ദാത്ത് അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രം സ്വയം നിലനിൽക്കുന്നതും സർവ്വസൃഷ്ടികളെ നിലനിർത്തിപ്പോരുന്നതുമായ ദാത്ത് അള്ളാഹുവിൻ്റെ മാത്രം. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ദാത്തിനെ മനസ്സിലാക്കുന്നത്. ഇത് കിതാബുകളിലൊക്കെ പറഞ്ഞതാണ്. ഇതിന് കൂടുതൽ വിശദീകരണങ്ങൾക്ക് ഷെയ്ഖുമാരെടുക്കൽ ചെന്നാൽ ഇത് എങ്ങനെയാണ് കൂടുതൽ വിശദീകരിച്ചു തരും എന്ന് മാത്രം. ഓക്കെ. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിൽ മറ്റുള്ളവർ പങ്കു ചേർക്കരുത്, ഏകദേശം മനസ്സിലായി. അതുപോലെ നിങ്ങൾ പങ്കു ചേർക്കണുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ചേർക്കുന്നുണ്ടെങ്കിൽ അവർ മുശ്രിക്കുകൾ തന്നെയാണ്. അതായത് അള്ളാഹുവിന്റെ ദാത്തിനെ പോലെ റസൂലുള്ളാഹിനെ കരുതിയാലും ശിർക്കനാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ ദാത്ത് പോലെ മുഹദ്ദിൻ ഷെയ്ഖിന് ദാത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ശിർക്ക് തന്നെയാണ്. ഇതുപോലെ ഏത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനായാലും, ഇനി ഇവിടെയുള്ള ഹൈന്ദവർ ആരാധിക്കുന്ന അയ്യപ്പൻക്കായാലും, ശ്രീരാമൻക്കായാലും, ശ്രീകൃഷ്ണൻക്കായാലും, ഇനി അതിന്റെ വിഷ്ണു ആയാലും, ഏത് പണ്ടാറായാലും, ഗുരുവായൂരപ്പനായാലും എല്ലാവർക്കും എന്തുണ്ട്? ഇതുപോലെ അള്ളാഹുവിന്റെ ദാത്ത് പോലെ ഒരു ദാത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ശിർക്കാണ്. അടുത്തത് സിഫാത്ത്, വിശേഷണങ്ങൾ. നമ്മളെ വിശേഷണങ്ങൾ പോലെയല്ല അള്ളാഹുവിന്റെ വിശേഷണം. എന്താണ് പറയുന്നത് മഹാന്മാര്?
അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എങ്ങനെയാണ്? അസലിയാണ് എന്ന്. അശ്അരി അഖീദ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അസലിയാണ്, പണ്ടേ പണ്ടുള്ളതാണ്. പിന്നെന്താണ്? ഖദീമായ സിഫാത്തുകളാണ്, അല്ലെ? പണ്ടേ പണ്ടുള്ളത് അസലി ഖദീം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? അബദിയാണ്, എല്ലായ്പ്പോഴും ഉണ്ടായി, നീങ്ങിപ്പോകില്ല എന്നർത്ഥം. അല്ലാതെ സിഫാത്ത് നീങ്ങിപ്പോകില്ല. ഇപ്പൊ നമ്മളുടെ സിഫാത്തുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാഴ്ചയില്ല. നമ്മൾ പറയും മൂപ്പർക്ക് ഇപ്പൊ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇപ്പൊ ലബീബിനെ പോലത്തവരൊക്കെ കണ്ണടക്കി വെച്ചിട്ട് വന്നിരിക്കണം. എന്താ കാരണം? കാഴ്ച കുറഞ്ഞു പോയി. അപ്പൊ ന്യൂനത വന്നു. ന്യൂനത ഉണ്ടാവാൻ പാടില്ല, നീങ്ങിപ്പോവാൻ പാടില്ല. ഇങ്ങനെയുള്ള സിഫാത്ത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുപോലെയുള്ള ഒരു സിഫാത്ത്, അതുപോലെ സിഫാത്തുകൾ സൃഷ്ടികൾക്ക് ഉണ്ട് എന്ന് പറയാ. ഏതെങ്കിലും സൃഷ്ടികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്ക് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എങ്ങനെയാണെന്നാണ് അശ്അരി അഖീദ പ്രകാരം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് പ്രകാരം ശിർക്ക് എങ്ങനെ വരുന്നതിന്റെ തലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇതുപോലെയുള്ള ഒരു എന്താ പറയാ, ഒരു സിഫാത്തുകൾ അള്ളാഹുവിനെ പോലെയുള്ള ഹയാത്തോ, അള്ളാഹുവിനെ പോലെയുള്ള ബഖാഓ, അള്ളാഹുവിനെ പോലെയുള്ള ഖിദമിയായ അവസ്ഥയോ, അള്ളാഹുവിനെ പോലുള്ള കാഴ്ചശക്തിയോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള കേൾവി ശക്തിയോ, കേൾവി ശക്തിയോ, അതുപോലെ ഏതെങ്കിലും ഒരു വിശേഷണം സ്വന്തമായിട്ട് അതുപോലെ മുഹ്യിദ്ദീൻ ശൈഖിനുണ്ട് എന്ന് സുന്നികൾക്ക് വിശ്വാസമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ശിർക്ക് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം സുന്നികൾക്കില്ല. സുന്നികൾ ആ വിഷയത്തിൽ പങ്കു ചേർക്കുന്നില്ല. സൃഷ്ടികൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാ വകവെച്ച് കൊടുക്കുന്നത്? അള്ളാഹു സൃഷ്ടികൾക്ക് കൊടുത്തത് അള്ളാഹിൻ്റെതായിട്ടാണ് സുന്നികൾ വകവെച്ച് കൊടുക്കണം. അത് അവരുടെ വെളിവാക്കുമ്പോൾ അള്ളാഹു അവരുടെ വെളിവാക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സുന്നികൾ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. അള്ളാഹ്ക്ക് അതിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു, മറ്റവരെ സാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അള്ളാഹുവിനത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല അള്ളാഹു ആദരിച്ചിരിക്കുന്നു. തഖ്വയും ഈമാനുമുള്ള ഒരാളിലൂടെ വല്ല ഗുണങ്ങളും വിശേഷണങ്ങൾ വെളിവായാൽ തന്നെ, സാധാരണ പരിധിക്ക് പുറത്തായി വെളിവായാൽ തന്നെ അത് അള്ളാഹുവിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അള്ളാഹു ഇദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. അത് മനസ്സിലാവുന്നു. അദ്ദേഹത്തിനെ തവസ്സുൽ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കും. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല തവസ്സുൽ ചെയ്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ദുആ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യും? തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കും. പക്ഷെ ശിർക്ക് വെക്കില്ല സുന്നികൾ. ശിർക്ക് ഇങ്ങനെ വരുമ്പോഴാണ്. ഇനി അടുത്തത് എന്താ? ഞാൻ ചുരുക്കി പറയട്ടെ. ഞാൻ പറഞ്ഞു കൂടുതൽ വേണമെങ്കിൽ ഷെയ്ഖുമാരെടുക്കൽ പോയിട്ട് കരസ്ഥ, അതല്ലെങ്കിൽ ഹക്കായ ഇതിനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലായ ഉന്നതരായ പണ്ഡിതന്മാരെടുത്ത് പോയി മനസ്സിലാക്കി. ഇത് പൂർണ്ണമായിട്ട് പണ്ഡിതർക്ക് മനസ്സിലാവണേ ആ പണ്ഡിതൻ ഒരു ഷെയ്ഖിനെ പിടിച്ച ആളായിരിക്കും, ഒരു മുറബിയ ഷെയ്ഖിനെ പിടിച്ച ആളായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ നല്ല രീതിയിൽ സിമ്പിളായിട്ട് മനസ്സിലാവണമെങ്കിൽ സിൽസില ദൂരയിലെ ഖലീഫന്മാരുമായിട്ട് ബന്ധപ്പെടണം പറയാൻ. അത് വളരെ അവർ സിമ്പിളായിട്ട് മനസ്സിലാവും. അത് നൂറുൽ മശായിഖിന്റെ ഫയലാണ്. അത് നൂറുൽ മശായിഖിന്റെ ഫയലാണ്, 100% ഫയലാണ്. അവർക്ക് അള്ളാഹു തആല നൽകിയ പ്രത്യേക അവസ്ഥയാണ്. അവരുടെ മുരീദന്മാർ അവരിലൂടെ അള്ളാഹു നൽകിയാണ്. അള്ളാഹു ശുക്ർ. പിന്നെന്താണ് പറഞ്ഞത്? അഫ്ആല്, പ്രവർത്തനങ്ങൾ. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ്? നിങ്ങളത് ചിന്തിച്ചു നോക്കി. പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ സാമൂഹ്യ പാഠത്തിലൊക്കെ പഠിക്കും, ഫിസിക്സിൽ പലതിലും പഠിക്കാറുണ്ട്. ചില കാര്യങ്ങളിൽ അതിൽ ചിലപ്പോൾ ഒക്കെ കാണാം എന്താണ്, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം ആവശ്യമാണ്. പ്രവർത്തനത്തിന് നിദാനം എന്താണ്? ഖുവ്വത്ത്, ശക്തി. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമിഅ. തീർച്ചയായും എല്ലാ കഴിവുകളും അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ. അതായത് അള്ളാഹു തആല പ്രവർത്തിക്കുന്നത് സ്വയം ശക്തി കൊണ്ടാണ്. സ്വയം ശക്തി കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവർത്തനം വളരെ പൂർണ്ണമായിരിക്കും, ന്യൂനതയില്ലാത്ത പ്രവർത്തനങ്ങളായിരിക്കും. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ സ്വയം കഴിവുള്ളവനാണ്, സ്വയം ദാത്ത് കൊണ്ട് കഴിവുള്ളവനാണ് അവൻ. ഇതാണ് അള്ളാഹുവിന്റെ പ്രവർത്തനം. അപ്പൊ അതിലാരും പങ്കേൽക്കാൻ പാടില്ല. സൃഷ്ടികൾക്ക് സ്വയമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഷിർക്ക്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു തആല അൻഹു, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയനോ അവർക്ക് അവരിലുള്ള എന്തെങ്കിലും കറാമത്തുകളോ വല്ല കഴിവുകളോ അവർക്ക് സ്വന്തമായിട്ടുള്ളതാണെന്ന് സുന്നി വിശ്വസിക്കുന്നില്ല. അങ്ങനെ സുന്നിയല്ല ഇനി പുത്തൻവാദികൾ വിശ്വസിച്ചാലും അത് ശിർക്ക് തന്നെയാണ്.
കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ ആവാന്നുള്ള ഒരു ചിന്ത പുത്തൻവാദികൾ എടുത്തിട്ടുണ്ട്. മരിച്ചവരോടാ പ്രശ്നമുള്ളൂ. സുന്നികൾക്ക് അങ്ങനെയല്ല. സുന്നികൾക്ക് ജീവിച്ചിരിക്കുന്നവരായാലും ശിർക്കാണ്, മരിച്ചവരോടായാലും ശിർക്കാണ്. സ്വയം കഴിവൂര് സൃഷ്ടിക്കുന്നു. സ്വന്തമായ ശക്തി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹു തആലാക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നോ? ആ ലൈറ്റ് ഇടുന്നു മുകളിൽ. സ്വന്തമായിട്ടുള്ള ശക്തി, സ്വയം ശക്തിയുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹു തആലാക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും. അതിലാരെയും പങ്കുവെക്കാം. പിന്നുള്ളത് അസ്മാ ആണ്. അള്ളാഹുവിന്റെ അസ്മാഉകളിൽ പങ്കു ചേർക്കുക. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹീം എന്നാണ്. ഒരാൾ പേരിടുമ്പോൾ തന്നെ നമ്മൾ റഹീം എന്ന് പേരിട്ട് വിചാരിച്ചു. അങ്ങനെ പേര് വെക്കാതിരിക്കലാണ് ഉത്തമം. അബ്ദുറഹീം, അബ്ദുല്ലാ, അബ്ദുൽ ഖാദിർ. വിളിക്കുമ്പോഴും ഏറ്റവും ഉത്തമം നമ്മൾ പേര് വിളിക്കുമ്പോൾ അബ്ദുൽ ഖാദിർ എന്നോ അബ്ദുറഹീം എന്ന് പൂർണ്ണമായിട്ട് വിളിക്കുക. റഹീമെ ഖാദിറ എന്ന് വിളിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുക. പിന്നെ മറ്റൊരു വിഷയമുണ്ട്. ഉദാഹരണമായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനെ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അന്ന് റഊഫാണ് റഹീമാണെന്ന് പറഞ്ഞു. അഥവാ അവിടെ ഉദ്ദേശിച്ച റഊഫ് റഹീം എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ പ്രയോഗിച്ച് ഏത് എഴുത്തിബാറിലാണ്? അത് അല്ലാഹു തആല അവരെ റഹീമാക്കി, അല്ലാഹു തആല അവരെ റഊഫാക്കി, അവരുടെ സിഫത്ത് കൊണ്ട് അവർ മുത്തസിഫാക്കി. അപ്പൊ അവിടെ ആ റഹീം എന്ന് പറയുന്നു, റഊഫ് എന്ന് പറയുന്നു സൃഷ്ടിതുല്യമായിട്ടുള്ള ഒരു കാരുണ്യം, ഒരു സ്നേഹം എന്നുള്ള എഴുത്തിബാറിൽ എന്നതുപോലെ ഒരാള് റഹീമേ എന്ന് വിളിച്ചു. അത് ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ പോലുള്ള റഹീം എന്നുള്ള ഉദ്ദേശത്തിലൊന്നല്ല. ആ വ്യക്തിയെ വിളിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം വിളിച്ചുകൊണ്ടൊന്നും ശിർക്കാവൂല. അല്ലെ ഒരാൾ അറിയാതെ മുഹമ്മദ് റഹീം എന്ന് പേരിട്ടു, അദ്ദേഹത്തിനെ പറ്റി ഒന്നും അറിയില്ല, അവരൊരു പേരിടണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മുഹമ്മദ് റഹീം ഒരു നല്ല പേരല്ലേ എന്നുള്ളത് കിട്ടും. അദ്ദേഹം അള്ളാഹിനെ പോലത്തെ ഒരു റഹീമാണ് എന്നുള്ള ഉദ്ദേശത്തിലൊന്നല്ല ആ പേരിട്ട്. അള്ളാഹ് റഹീമാണെന്ന് പറയുമ്പോൾ എങ്ങനത്തെ റഹീമാണ്? പടച്ച തമ്പുരാനെ, അതൊക്കെ ബുഖാരിയൊക്കെ എടുത്ത് നോക്കി അള്ളാഹിന്റെ റഹീമിനെ സംബന്ധിച്ചൊക്കെ ചെറുമാരെങ്കിലും ഒന്ന് പറയുള്ളൂ. നമ്മുടെ വിഷയ ക്ലാസ് അല്ലാത്തൊന്നും പറയുന്നില്ല. ഒരു കാരുണ്യം എന്നല്ല അള്ളാഹ് റഹീം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. മുഅ്മിനീങ്ങളോട് അല്ലാഹു തആലാക്ക് പെരുത്ത് കാരുണ്യാണ്. സൃഷ്ടികൾക്ക് ആ കാരുണ്യം ഇല്ലട്ടോ. ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നെ നോക്കിയിട്ട് നിങ്ങൾ ഒരു ശിഷ്യനാണെങ്കിൽ എന്നെ നോക്കിയിട്ട് ഒരിക്കൽ ഒന്ന് മുഖം കറുപ്പിച്ച് അല്ല അതപകേടായിട്ട് എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചു, എന്തെങ്കിലും അല്ല ഒന്നിന് പോടാന്ന് പറഞ്ഞു, അല്ലെ കൈ കൊണ്ട് വർത്താനം പറഞ്ഞു, അല്ലെ ദേഷ്യപ്പെട്ടു എന്നോട്. ഒരു ഉസ്താദിനോട് പറയാൻ പറ്റാതെ എനിക്ക് ദേഷ്യം പിടിക്കില്ല. ഞാൻ എന്താ പറയാ? ഇവൻ ഇത്ര കാലം പഠിപ്പിച്ചു കൊടുത്തിട്ട് മറ്റുള്ളവരെല്ലാം കോപിക്കും. അള്ളാഹു നമ്മളെ ഇല്ലായ്മ സൃഷ്ടിച്ചു, നമ്മൾ അള്ളാഹിന്റെ അടിമ, നമ്മൾ എത്ര പാപങ്ങൾ ചെയ്യും, എന്നിട്ട് അള്ളാഹ് നമ്മളെ നശിപ്പിക്കണം ഇല്ല, നശിപ്പിക്കണില്ല അള്ളാഹു തആല. എന്നിട്ടും അള്ളാഹു തൗബ ചെയ്യുന്നത് പുറത്തിരും. കണ്ടില്ലേ? ഉദാഹരണം പറയും, അള്ളാഹിനെ പോലെ അള്ളാഹു മാത്രം. ആ റഹീം അങ്ങനെ അള്ളാഹു തആല ഇസ്മുകളെ പോലെ ഒരാൾക്ക് നാമധേയം ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? കാഫിരീങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ള ഒരു കഴിവ്, ഇതുപോലെയുള്ള നാമം അവരിലേക്ക് മുത്തസിഫാക്കും. ദൂരെയുള്ള എന്റെ വിഷമങ്ങൾ തീർക്കാൻ ഈ ഗുരുവായൂരപ്പൻക്ക് മനസ്സിലാവിച്ചിട്ട് വഴിപാട് നടത്തും. അതിനുള്ള ആ സിഫത്ത് അതിലേക്ക്. സിഫത്തിൽ നിന്നാണ് നാമങ്ങൾ ഉണ്ടാകുന്നത്, വിശേഷണങ്ങളിൽ നിന്നാണ് നാമങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഡ്രൈവിംഗ് അറിയുന്ന വിശേഷണമുള്ള ആൾക്കാർ ഡ്രൈവർ എന്നുള്ള നാമം പറയാം. ഓക്കെ, അപ്പോ ഇതുപോലെ അതായത് അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അസ്മാഇലോ മറ്റു വല്ലവരെയും മറ്റു വല്ലതിനെയും പങ്കു ചേർത്താൽ അവൻ മുശ്രിക്കായി. അത് ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മുശ്രിക്കാവുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ ഒരാളോട് വിളിച്ചത് കൊണ്ടൊന്നും എന്താവില്ല, മുശ്രിക്കാവൂല. അതാ സുന്നികൾ പറയും. സഹായം തേടിയൊന്നും മുശ്രിക്കാവൂല. സഹായം തേടുന്നത് അള്ളാഹുവിന്റെ ഒരു അടിമ, അള്ളാഹുവിന്റെ ഒരു വലിയ എന്നുള്ള ആ ഒരു എത്തിബാറിൽ മാത്രം. അദ്ദേഹത്തിന് സ്വന്തമായിട്ടല്ല, അള്ളാഹു നൽകിയ കഴിവ്. അള്ളാഹു തആല അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥയിൽ വെച്ചിരിക്കുന്നു. ആ നിലക്കാണ് സഹായം തേടുന്നതെങ്കിൽ അതെങ്ങനെയാണ് എന്ത് ചെയ്യാ? അത് ശിർക്ക് വരിക. കാരണം അള്ളാഹു നൽകിയ ഇത് മനസ്സിലാക്കിയിട്ടല്ലേ. സൃഷ്ടിയാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിലുള്ള കഴിവുകൾ അള്ളാഹിൻ്റെതാണ്. ഇദ്ദേഹത്തിന് സഹായം കിട്ടിയാലും അള്ളാഹിന്റെ സഹായമാണ് അത്. ഇദ്ദേഹം വല്ല സഹായിക്കണം, അതിൽ കൂടെ അള്ളാഹ് നിന്നെ സഹായിച്ചത് എന്തെല്ലാം മനസ്സിലാക്കിയ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ബുദ്ധിയുള്ളവർ അങ്ങനെയല്ല മനസ്സിലാക്കിയ. കനറ ബാങ്കിലാണ് അയാൾ കാശ് മുഴുവൻ
പക്ഷെ അയാൾ വന്നെങ്ങാണ്ട് എടപ്പാൾ കനറ ബാങ്കിൽ കൊണ്ടിട്ട മനുഷ്യൻ മഞ്ചേരിത്തെ ATM-ലേക്ക് എന്ത് അതന്നെ പഞ്ചാബിന്റെയും അല്ലെങ്കിൽ ഫെഡറലിന്റെ ATM-ൽ ഇട്ടും കാണാൻ അയാൾ കാശ് എടുക്കുന്നത്. പക്ഷെ ഇയാൾക്ക് നല്ല ഉറപ്പ് ഞാൻ എടുക്കുന്ന കാശ് കനറയത്തെ കാശാണ്, അല്ലാതെ പഞ്ചാബിലത്തതോ അല്ലെങ്കിൽ ഫെഡറലത്തെ കാശല്ല ഞാൻ എടുത്തത്. എനിക്ക് കാശ് തന്നതും ആരാണ്? കനറ ആണെന്ന് അറിയാം. ഇത്ര സിമ്പിളായിട്ട് ഉദാഹരണം ഉണ്ടാകുമ്പോ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പം അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അസ്മാഇലോ അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരെയും പങ്കു ചേർത്താൽ അയാള് മുശ്രിക്കായി. ഇതാണ് ഇപ്പോൾ വന്നത്. ഇത്രയൊക്കെ ഇതിനെ പറ്റി പറയുന്നുള്ളൂ. അതിനായിട്ട് ചർച്ച ചെയ്യുന്ന ക്ലാസ്സിൽ കൂടുതൽ ചർച്ച ചെയ്യാം. ഇത് ഷെയ്ഖുമാരുടെ ക്ലാസ്സുകളിൽ നിന്നും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ ഫഹ്മുകൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പൊ ഈ വിഷയം ഇതുണ്ടെങ്കിൽ ഈമാനെ തടയും, അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നത് തടഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത് കുഫ്റാണ്. കുഫ്ർ എന്ന് പറഞ്ഞാൽ ഇൻകാർ കർണ, അതായത് നിഷേധിക്കുക, അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിഷേധിക്കുക, അതിന് കുഫ്ർ എന്ന് പറയും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെയോ റസൂലിന്റെയോ ഏതൊരു സിഫാത്തിനെ നിഷേധിക്കുക. സിഫാത്ത് എന്ന റസൂൽ മുഅ്ജിസത്തുകളെ നിഷേധിക്കുക. വ്യക്തമായി റസൂലുള്ളാഹിൽ നിന്നും വന്ന, അതായത് സിഹാസിത്വ കൊണ്ട് മുതവാത്തിറായിട്ട് സ്ഥിരപ്പെട്ട അല്ലെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട മുഅ്ജിസത്തുകളെ അങ്ങോട്ട് നിഷേധിക്കുക, അത് കുഫ്റാണ്. പരിശുദ്ധ ഖുർആനെ നിഷേധിച്ചാൽ കാഫിറായി പോകും. പരിശുദ്ധ ഖുർആനിന്റെ ഒരു അർഫിനെ നിഷേധിച്ചാൽ കാഫിറായി പോകും. അള്ളാഹുവിന്റെ ദാത്തിനെ നിഷേധിച്ചാൽ കാഫിറായി പോകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തെ നിഷേധിച്ചാലും കാഫിറായി പോകും. റസൂലുള്ളാഹിന്റെ റിസാലത്തിനെ നിഷേധിച്ചാൽ കാഫിറായി പോകും. കുറെ കാര്യങ്ങളുണ്ട്. കുഫ്ർ ഹഖ് ഉണ്ട്, കുഫ്ർ ബാത്തിൽ. കുഫ്ർ ഹഖ് എന്തിനാ പറയാ? ഹക്കായ കുഫ്ർ, കുഫ്ർ ഹക്കായ കുഫ്ർ, ഹക്കായ നിഷേധം. അതൊരു ഉദാഹരണം മാത്രം പറയാ. ബാക്കി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സഹവാസത്തിൽ നിന്ന് പഠിക്കും. ഹക്കായ കുഫ്ർ ഉദാഹരണമായി പരിശുദ്ധ ഖുർആൻ, വമൻ യക്ഫുർ ബിത്വാഗൂത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസ്വാമ ലഹാ. എന്താണ് അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വമൻ യക്ഫുർ ബിത്വാഗൂതി, ആരെങ്കിലും പിശാചുക്കളെ നിഷേധിച്ചു, കട കുഫ്റാണ്. വമൻ യക്ഫുർ, അയാൾ കുഫ്ർ ചെയ്തു, നിഷേധിച്ചു. എന്ന് ആരെ? ത്വാഗൂത്ത്, ശൈത്താന്മാരെ നിഷേധിച്ചു. വയുമിൻ ബില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിൽ വിശ്വസിക്കുകയും. അങ്ങനത്തെ ആൾ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവർ നല്ല ഉറപ്പുള്ള പാശത്തിയാണ് പിടിച്ചിട്ടുണ്ട്. ലം ഫിസ്വാമ ലഹാ, ഒരിക്കലും. അത് കുഫ്ർ ഹഖ്. കുഫ്ർ ബാത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കുഫ്ർ, മനസ്സിലാവണം? നേരത്തെ പറഞ്ഞ കുഫ്ർ അള്ളാഹുവിന്റെ റസൂലിനോടും ബന്ധപ്പെട്ട് അള്ളാഹിനോട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ, ദീനിൽ നിർബന്ധമായ കാര്യങ്ങൾ, വാജിബായ കാര്യങ്ങളെ നിഷേധിക്കുക. നിസ്കാരം വാജിബാണ്, ഖുർആനെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് മുതവാത്തിർ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത്, അതിനെ നിഷേധിച്ചു കാഫിറായി പോകും. കുറെ കാര്യങ്ങൾ, പിന്നെയും കുറെ കാര്യങ്ങളുണ്ട്, കൂടുതൽ വിശദീകരിക്കുന്നു. മറ്റൊന്നെന്താണ്? ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായത് ഉണ്ടാക്കുക. ദീനിൽ പുതുതായത് നമ്മൾ ഉണ്ടാക്കുന്ന ബിദ്അത്ത് എന്ന് പറയും. ബിദ്അത്ത് രണ്ട് വിധം എന്ന് പറഞ്ഞു. ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ സയ്യിഅ. ഇത് പറയാൻ കാരണം ഹദീസിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ആരെങ്കിലും ഈ വിഷയത്തിൽ നല്ലതായ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ സവാബ് അവർക്കാണ്. ചീത്തതായ ഒരു കാര്യം ഉണ്ടാക്കിയാൽ അതിന്റെ ശിക്ഷയും അവരിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം നല്ലതായി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ലാത്തത് മനസ്സിലാവുന്നു. പുതുതായി ഉണ്ടാക്കുന്ന എല്ലാതും തള്ളപ്പെടേണ്ടതല്ല, എല്ലാതും നരകത്തിൽക്കുള്ളതല്ല, ശരിക്കും മനസ്സിലാവും. അപ്പൊ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാര് അതിന് ഡെഫിനിഷൻ പറഞ്ഞു തന്നിട്ടുള്ളത്, നിർവചനം പറഞ്ഞു തന്നിട്ടുള്ളത്. ബിദ്അത്തുൻ ഹസനക്ക് എന്താണ്? അതിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായിരിക്കും. അടിസ്ഥാനം എന്തായിരിക്കും? ഖുർആനും ഹദീസുമായിരിക്കും അടിസ്ഥാനം.